അടുത്ത പീരീഡ് സാറല്ലേ സാറേ? ആ T1/T01 റേഷ്യോ എത്ര കിട്ടിയ? T1/T01 റേഷ്യോ 987. Then T01 value correspondingly 987 കിട്ടി. T1 നമുക്കറിയാം എത്രയാ? 382.97. പോയാ? Hello. എടാ പ്രകാശന്റെ പിക്ചർ നോക്കിയ സോറി അടക്കം നെറ്റ് ഒന്ന് ബ്രേക്ക് ആയി. ഓക്കെ, കിട്ടിയാ വാല്യൂ കിട്ടിയാ? ഹലോ 382.97. എടാ ഇതെന്താടാ സംഭവം? നെറ്റ് പോയതായിരിക്കും. വേറെന്താ സംഭവം? ഇവിടെ തന്നെ നിൽക്കാൻ പറയുന്ന അയാള്.
ഇനി അറ്റൻഡൻസ് ഒന്നും ഇല്ല പി കെ. ജീവനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ലേ. അവിടെ ദിനിലെ എൻ്റെ ഒരേ കട്ടാവലാടാ. നിന്റെ ഉടായ്പൊന്നും ഇടാണ്ട. എനിക്ക് ഏതാ കോൾ കിട്ടുന്നില്ല. ഇല്ലടാ സത്യമായിട്ട് കിട്ടുന്നില്ല. ഇതാ ഒരേ കട്ടാവല. നാലോട്ടായി കട്ടാവ്. അവനും പോയി. ആടാ തിരിയുന്നുണ്ട്, കട്ടാവുന്നുണ്ട് നീക്കെ. വീഡിയോ ആരോ ഉടായിപ്പ് എടുക്കാത്ത. ഒന്നും കാര്യമില്ല. രാത്രി നല്ല റേഞ്ച് ആവാൻ. ഈ മൈക്ക് കട്ടാവലെന്നെ വലിയ ഉടായിപ്പല്ലേ. എന്നിട്ട് ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? എനിക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ് ഇല്ല, ക്ലാസ് കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് ക്ലാസ് കട്ടാക്കും. ഗോപാലിന്റെ ക്ലാസ് കാര്യമില്ല. ഗോപാലിന്റെ ക്ലാസ് ഇനി നേരത്തെ എടുത്തില്ലേ? ഗോപാല ക്ലാസ് എടുക്കുന്നല്ലേ? ഗോപാലൻ അൺറീച്ചബിൾ ആണ്. അൺറീച്ചബിൾ ഭാഗത്തും പോയാലോ? എടീ മൈക്ക് വർക്കാകുന്നില്ല എന്നുള്ള ഐഡിയ അല്ലാണ്ട് പുതിയ ഒന്നും കൊണ്ടോ? ഈ റെക്കോർഡ് ഓഫ് ആക്കിട്ട് ഞാൻ പറഞ്ഞതാ പോലെ. ഈ പി എം വന്നാ മതി. ഓക്കെ ഓക്കെ. ഹലോ, അവിടെ ഓഡിയോ ആണോ പറയുന്നത്? എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, അവിടെ ചെയ്തോ. ഞാൻ വാല്യൂ പറയാം, പറയുന്നത് മനസ്സിലാക്കും. ഓക്കെ, ഇത് നെറ്റ് കിട്ടുന്ന സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അത് ചെയ്തോ. T1/T01 വാല്യൂ കണ്ടുപിടിച്ചോ? T0 382 ആ. 30 382 വരും. Then P0 522. 522. ഓക്കെ, കറക്റ്റ് ഉണ്ട്. P0 522 വരും. ഇനി നമുക്ക് ആ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിന്റെ റേഷ്യോ വന്നിട്ടുണ്ട് 3.5 എന്ന് പറഞ്ഞിട്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചറിന്റെ റേഷ്യോ 3.5 തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്തെങ്കിലും അടിക്കാം. T0 2/T01 തന്നിട്ടില്ലേ? സോ T0 2ന്റെ വാല്യൂ കിട്ടും. നോക്ക്, T0 2ന്റെ വാല്യൂ എത്രയാണ് വരുന്നത് നോക്കിയൊന്ന്. $1,339.
സാർ ലെഫ്റ്റ് ആയില്ലേ? എത്ര കിട്ടിയ? 1339.45. 1339. 39.45. 1340. എക്സിറ്റ് പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ എക്സിറ്റ് സെക്ഷനിലെ മാക് അതെ, നമ്പർ കുറെ വേണം. ടൈപ്പ് ഒന്നും കേട്ടിട്ടില്ല. കേട്ടില്ല? ടിഷ്യൂ ഭയങ്കരമാണല്ലോ. T02 വാല്യൂ കറക്റ്റ് തന്നെ 1339 കിട്ടും. റൈറ്റ്? ദെൻ നമ്മൾ എന്താണ് അടിക്കുക? എക്സിറ്റ് സെക്ഷനിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കണം. എക്സിറ്റ് സെക്ഷനിലെ മാക് നമ്പർ കിട്ടണം. കട്ടായി. സാർ കട്ടായി സാർ. ഇപ്പൊ കിട്ടല്ലേ നിങ്ങൾക്ക്? T02/T0 കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ. ആ T02/T0 എടുക്കുക. അതൊന്ന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ മെത്തേഡാണ് ഇനി അങ്ങോട്ട് എല്ലാ പ്രോബ്ലത്തിലും സെയിം മെത്തേഡിലാണ് ചെയ്യുന്നതെല്ലാം. സെയിം മെത്തേഡിലാണ് ചെയ്യേണ്ടതെല്ലാം. സ്ക്രീന് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അതാ ഞാൻ നോക്കുന്നു. അത് ചെയ്തു നോക്കി വന്നിട്ട് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ കണ്ടീഷനിൽ തന്നെ. ഒരു മിനിറ്റ് ഒന്ന് ചെയ്തു നോക്കി. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇപ്പൊ വരും.
സോറി, മൊത്തത്തിൽ നെറ്റ് ഇഷ്യൂ ആയിപ്പോയി. കേൾക്കണ്ടേ? നിങ്ങൾക്ക് ഓഡിബിൾ അല്ലേ? ഹലോ, സാർ ഞാനും പ്രസന്റ് ആണ് സാർ. അവിടെ ഫുൾ നെറ്റ് ആണ് സാർ. എപ്പത്തെ ലാസ്റ്റ് അവറിന്റെയാ? ആ എന്തിനാ അറ്റൻഡൻസ് പറയാന്? ഞാൻ അറ്റൻഡൻസ് പറയുമ്പോഴാണ് കട്ടായത്. അതെന്റെ എട്ടിന്. ഓക്കെ. അപ്പൊ എത്ര കിട്ടിയ നോക്ക്. സ്ക്രീന് കാണുന്നില്ലേ മക്കളെ? സ്ക്രീന് കാണുന്നില്ലേ? വിസിബിൾ അല്ലേ? സാർ ഓക്കെ. P0 കണ്ടുപിടിച്ചു. P0 കണ്ടുപിടിച്ചു. ഏതാ കിട്ടിയ? 0.68. M2 അപ്രോക്സിമേറ്റ്ലി 0.68 വരും. 69 ഓക്കെ. അപ്രോക്സിമേറ്റ്ലി 6869 റേഞ്ചിൽ വരും. ഓക്കെ, 698 ഓക്കെ. സോ M2 കിട്ടി. M2 കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? പ്രോപ്പർട്ടീസ്, ഫൈനൽ സെക്ഷനിലെ പ്രോപ്പർട്ടീസ് എടുക്കുക. റെയിലി ഫ്ലോ ടേബിൾ എടുക്കുക. ആ M2 കറസ്പോണ്ടിങ് ആയിട്ട് P2 ബൈ P1 എടുക്കുക. P1 നമുക്കറിയാം, P2 വാല്യൂ കണ്ടുപിടിക്കുക. T2 ബൈ T1 എടുക്കുക. ഈ മെത്തേഡിൽ എന്തെടുക്കുക? P2 ബൈ P1 സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. P2 ബൈ P സ്റ്റാർ ബൈ P1 ബൈ P സ്റ്റാർ. എക്സിറ്റ് കണ്ടീഷന് മാക് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂയും കിട്ടും. ഇൻലെറ്റ് കണ്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള M1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂയും കിട്ടും. ആ റേഷ്യോ എടുത്ത് റേഷ്യോ കിട്ടും. P2 ബൈ P1 0.653. ദെൻ P2 കണ്ടുപിടിക്കുക. ഓക്കെ, P2 എത്ര വരും? 326.46 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. സിമിലർലി ഒന്ന് T2 കണ്ടുപിടിച്ചു വന്നു. ഈ കണ്ടുപിടിച്ച പോലെ P2 കണ്ടുപിടിച്ച പോലെ എക്സിറ്റ് സെക്ഷനിലെ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ഒന്ന് കണ്ടുപിടിച്ച. എക്സിറ്റ് സെക്ഷനിലെ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ T2 വാല്യൂ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ആയിട്ട് എക്സിറ്റ് കണ്ടീഷൻ അപ്രോക്സിമേറ്റ്ലി എത്ര വരും നോക്കിയൊന്ന്. എത്ര കിട്ടിയ? T2 എത്ര കിട്ടിയ? T2 വാല്യൂ സ്റ്റാറ്റിക് ടെമ്പറേച്ചർ ആയിട്ട് എക്സിറ്റ് കണ്ടീഷൻ. ഇന്റർപോളേഷൻ ചെയ്യണം കണ്ടുപിടിക്കണ്ടെങ്കിൽ 0.25 ഡേയ്സിൽ. ഓക്കെ, ഇന്റർപോളേറ്റ് ചെയ്ത് നോക്കി എന്നിട്ട് വാല്യൂ പറഞ്ഞു ചെയ്ത് പ്രാക്ടീസ് ആവുക എന്നുള്ളതേ ഉള്ളൂ ഈ സെക്ഷനിൽ. ബാക്കിയെല്ലാം ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു ഫ്രെയിം വർക്ക് മനസ്സിലാക്കുക. ബാക്കിയെല്ലാം സെയിം മെത്തേഡാണ്. ഇനിഷ്യലി ഐസെൻട്രോപിക് ടേബിൾ എടുക്കുക, ഇൻലെറ്റിലെ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക, എക്സിറ്റ് കണ്ടീഷൻ മാക് നമ്പർ കണ്ടുപിടിക്കുക, എന്തൊക്കെ മെത്തേഡ് ഉണ്ടോ നോക്കുക, എക്സിറ്റ് കണ്ടീഷൻ മാക് നമ്പർ കിട്ടും. അതിടുന്ന് ഫൈനൽ റെയിലി ഫ്ലോ ടേബിളിലേക്ക് വരിക, ഫൈനൽ പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുക. ഇതേ മെത്തേഡിലാണ് എല്ലാ കാര്യങ്ങളും പോകണം. പിന്നെ ചെയ്ത് തെറ്റില്ലാതെ പ്രോബ്ലംസ് ചെയ്യാൻ നോക്കുക. 3.22 221 അത് റേഷ്യോ അല്ലടാ, അത് T2 ബൈ T1 അല്ലേ? T2 വാല്യൂ എത്രയാ? എല്ലാരും ചെയ്യേണ്ടതാണ്. ഇത്
ഒരാള് മാത്രം ചെയ്യാവുന്ന അവസ്ഥയിലാവരുത്. 1270. 1200 17.979. 1217 അല്ലേ നീ പറയണേ? അത് 70 17. 17. ബാക്കിയുള്ളവർക്ക് എത്ര കിട്ടി? ഇത് തന്നെ കിട്ടുന്നത് സൗരവിന് എത്ര കിട്ടിയ? ലെഫ്റ്റ്. ജിഷ്ണു ചെയ്യുന്നുണ്ടോ? ആ സാർ. എത്ര കിട്ടി? സാർ ഏതാ വാല്യൂ വേണ്ടേ? T2. T02 അല്ലേ? T02 അല്ലടാ, അത് കഴിഞ്ഞിട്ട് ഇങ്ങെത്തിയിട്ട് T2. സാർ 1244. അത്രയൊന്നും വരൂല. അപ്രോക്സിമേറ്റ്ലി 1220 ആ റേഞ്ചില്, 217 ഓക്കെ ഓക്കെ സാർ. 220 ആ റേഞ്ചില് വരിക. ആദർശ T2 by T1 അതിന്റെ റേഷ്യോ T2 by T1 വാല്യൂ. T2 by T1 T02 by T star 0 0.8398. 89 അല്ല, 839 കിട്ടിയത്. വേരിയേഷൻസ് ഉണ്ടോ നോക്കും. സാർ പണ്ട് തെറ്റുണ്ടാകും, ചിലപ്പോ എന്റെ മാറ്റം ഉണ്ടോ? ഞാൻ എപ്പോഴങ്ങനെ തെറ്റിട്ടുണ്ട്. ഓക്കെ, ഏകദേശം അപ്രോക്സിമേറ്റ്ലി മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി, അപ്രോക്സിമേറ്റ് റേഞ്ച് ഒന്ന് നോക്കി നോക്കൂ. എന്നിട്ടൊന്ന് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഇനി ഫർദർ ഇപ്പൊ കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടി ചെയ്യണമെങ്കിൽ പിന്നീട് ചെയ്യുമ്പോൾ നോക്കാൻ വേണ്ടി ഒന്ന് വാല്യൂ ഒന്ന് ഏകദേശം റേഞ്ച് മനസ്സിലാക്കി നോക്ക്. ഓക്കെ, P2 വാല്യൂ അപ്രോക്സിമേറ്റ്ലി 326.46 വരും. ദെൻ T2 വാല്യൂ 1228 വരും. 220 ആ 270 ആ റേഞ്ച് വരും. ഓക്കെ, ദെൻ വേറെ ഏതാ നമുക്ക് വേണ്ടേ? ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്ത് കിട്ടണം? P02 കിട്ടണം അല്ലേ? P02 കൂടി വേണം നമുക്ക്. അത് കണ്ടുപിടിച്ചില്ലേ? P02 എത്ര കണ്ടുപിടിച്ച? P01 കണ്ടുപിടിച്ചത്. P02 P02 ഇപ്പൊ ചെയ്ത അതേ മെത്തേഡില് P02 കിട്ടും. ഓക്കെ, ഇതേ മെത്തേഡില് P02 by P01 എടുക്കുക, ഇതിന് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. എന്ത് CP into T02 minus T01. CP into T02 minus T01 ഒന്നും ഇക്വേഷൻ പറ്റൂല. നമ്മളെന്താ കണ്ടുപിടിക്കാൻ വേണ്ടത്? ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷറില്ലേ? അപ്പൊ P തന്നെ കണ്ടുപിടിക്കണ്ടേ? ഹീറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി ഹീറ്റ് ആഡ് ചോദിക്കുന്നിടത്ത് കറക്റ്റ് ആണ്. ഇനീഷ്യൽ ആയി മുമ്പേ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇതേ മെത്തേഡിൽ എന്ത് കണ്ടുപിടിക്കുക? P02 കണ്ടുപിടിക്കുക. P02 by P01 എടുക്കുക, സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. P02 by P star divided by P01 by P star. സോ എക്സിറ്റ് മാറ്റം പറയാം. M2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുക, M1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ നോക്കുക. ഇതിന് റേഷ്യോ കിട്ടി. P01 നമുക്ക് ഓൾറെഡി അറിയാം. ദെൻ P02 ഫൈൻഡ് ഔട്ട് ചെയ്യാം. 448 ആ റേഞ്ചിൽ വരും അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, P02 വാല്യൂ എപ്പോഴും യൂണിറ്റ് എഴുതാൻ മറന്നു വരുന്നത് പ്രോബ്ലം ചെയ്യുമ്പോൾ. ദെൻ ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ ചോദിച്ചാൽ P01 നമുക്കറിയാം, P02 നമുക്കറിയാം. സോ P01 മൈനസ് P02 എഴുതി എന്ത് കിട്ടി? ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ കിട്ടി. ഓക്കെ, ചേഞ്ച് ഇൻ സ്റ്റാഗ്നേഷൻ പ്രഷർ. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. T2 by T1 ആണ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി കണ്ടുപിടിക്കണം. ഓക്കെ, അടുത്ത ഒരു പ്രോബ്ലം കൂടി ചെയ്യാന്ന് വെച്ചിട്ടാണ്. ഇത് സെയിം മെത്തേഡ് ആയതാണ്. എല്ലാത്തിലും മെത്തേഡൊക്കെ സെയിം ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാൻ നിലയിലാണ് സ്പീഡായിട്ട് പറയുന്നത്. S2 minus S1 equal to CP ln T2 minus T1 R ln P2 by P1 എടുക്കുക. ഈ റേഷ്യോസ് ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ചേഞ്ച് ഇൻ എൻട്രോപ്പി വാല്യൂ കണ്ടുപിടിക്കുക. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഓക്കെ, ദെൻ ഹീറ്റ് ആഡഡ് പെർ കിലോഗ്രാം ചോദിക്കുമ്പോൾ Q is equal to CP into T02 minus T01. T02 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. T01 നമ്മൾ കണ്ടുപിടിച്ചു. CP എന്ന് പറയുന്ന എയറിൻ്റെത് 1.005 ആണ്. ഓക്കെ, സോ ഹീറ്റ് വിൽ ബി 961.61 kilojoule per kilogram.
അപ്രോക്സിമേറ്റ് റേഞ്ച് ആണ്. ഓക്കെ, കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ചിലത് തന്നിട്ട് ഇപ്പൊ കഴിഞ്ഞ ഹീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കി വാല്യൂസ് കണ്ടുപിടിക്കാൻ പറയും. ഇപ്രാവശ്യം ബാക്കി വാല്യൂസ് വന്നിട്ട് ഹീറ്റ് തിരിച്ച് കണ്ടുപിടിക്കാൻ പറയും. ആ ഒരു മെത്തേഡിലെ ചേഞ്ചേ ഉള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒന്ന് ഫ്രെയിം വർക്ക് നോക്കുക, അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെ ഫ്രെയിം ചെയ്തിട്ടില്ല. ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് എഴുതിയ. എഴുതിയ ക്വസ്റ്റ്യൻ എഴുതിയാം. A gaseous mixture of air and fuel enters the ramjet combustion chamber with a velocity of 60 meter per second, temperature 50 degrees Celsius and pressure 35 kilopascal. Heat of reaction of the mixture for a particular fuel air ratio employed 1160 kilojoule per kilogram. Find the condition of stream at the exit of combustion chamber if friction is neglected and cross-sectional area is assumed to be constant. Assume the properties of both the reactant and products of combustion are same. നേരത്തെ ചെയ്ത സെയിം മെത്തേഡില് ഇതിന് മുന്നേ നമ്മൾ ചെയ്ത സെയിം മെത്തേഡിലെ പ്രോബ്ലം ആണ്. മെത്തേഡൊക്കെ സിമിലറാണ്, പക്ഷെ ആ പ്രോബ്ലം വായിക്കുമ്പോൾ റെയിലേ ഫ്ലോ ഒന്ന് അനലൈസ് ചെയ്യണം. അല്ല ആ ഒരു പ്രോബ്ലത്തിന്റെ നമുക്ക് ഇപ്പൊ ഡയറക്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക ഇന്നതൊക്കെ വാല്യൂ ആണെന്ന് ഡാറ്റയൊക്കെ എടുത്ത് എഴുതുമ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു മോഡേൺ ചോദ്യങ്ങൾ മോഡലാക്കി ഒരു പെട്ടെന്ന് ഡിഫറെന്റ് ടൈപ്പിലെ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് കാണിക്കുന്നതാണ്. ബാക്കി മെത്തേഡൊക്കെ സിമിലർ ആണ്. ഓക്കെ, എഴുതിയ ക്വസ്റ്റ്യൻ എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? സാർ ഇല്ല, കുറച്ചും കൂടി ഉണ്ട്. എന്നാ അതൊന്ന് പറഞ്ഞൂടെ അഭിരാമേ? നിങ്ങൾ പറഞ്ഞാലല്ലേ അറിയൂ. അത് കാണുന്നില്ലല്ലോ. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാല്. അഭിരാം. പ്രസന്റ് സാർ. അബിൻ. ആദർശ്. പ്രസന്റ് സാർ. അക്ഷയ്. ആൽവിൻ. അമൽ കെ പി. പ്രസന്റ് സാർ. അമൽ കെ സന്തോഷ്. പ്രസന്റ് സാർ. അമൽ എം. പ്രസന്റ് സാർ. അനന്തു. അനുരാഗ്. പ്രസന്റ് സാർ. ആശ്രയ്. അശ്വിൻ. പ്രസന്റ് സാർ. ഭഗത്. പ്രസന്റ് സാർ. ജിജിൻ.
Tijin. Fazludin. Jijo. Present, sir. Jijo. Okay, Jidin. Jidin. Karthikeyan. Present, sir. Mridul. Sir. Rahul. Sir. Suraj. Present, sir. Saurav. Present, sir. Srirag. Present, sir. Vaishak. Vaishnav CK. Present, sir. Vaishnav PK. Present, sir. Wazim. Wazim. Present, sir. Okay. Dinil. Present, sir. Dinil. Okay, Jishnu. Sir, present, sir. Jishnu Mohan. Nikhil. Present, sir. Present, sir. Joshit. Present, sir. Vishnu. Present, sir. Tejas. Present, sir. നിഖില് കഴിഞ്ഞവർ ഉണ്ടായിട്ടില്ല. നിഖിലെ ഇല്ല നെറ്റ്വർക്ക് കിട്ടുന്നില്ല ജിയോന്റെ കേറിയിട്ട് ലെഫ്റ്റ് ആയതാ. ഓക്കെ ഓക്കെ. ആകാശ്. Present, sir. അഭിനവ്. Present, sir. ഗോകുൽ. Present, sir. സച്ചിൻ. Present, sir. ഓക്കെ. എഴുതിയാ ക്വസ്റ്റ്യൻ എഴുതിയാ? ആ. ഓക്കെ. തന്ന ഡാറ്റാസ് എന്തൊക്കെയായിരുന്നു നോക്കി. V1 തന്നിട്ടുണ്ട്, T1 തന്നിട്ടുണ്ട്, P1 Q തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഇൻലെറ്റ് സെക്ഷനിൽ എന്ത് കിട്ടും നമുക്ക്? ഇനീഷ്യലി V1 ഉം T1 ഉം തന്നിട്ടുണ്ട്. ഇൻലെറ്റ് സെക്ഷനിൽ എന്ത് കിട്ടും? മാക് നമ്പർ കിട്ടൂല. M1. ആ. M1 എത്ര വരുന്നത് ഒന്ന് കണ്ടുപിടിച്ചേ. M1 എത്ര വരുന്നത്? V1 ബൈ റൂട്ട് ഓഫ് ഗാമ ആർ T1 എടുത്ത് വെച്ചിട്ട് റൂട്ട് ഓഫ് ഗാമ ആർ T1 വെച്ചിട്ട് M1 എത്ര വരുന്നത് നോക്കിയാ. വിജിൻ എന്താ മൈക്ക് വർക്കായില്ല ഇപ്രാവശ്യം? നേരത്തെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നല്ലോ. 0.16. Okay. 0.167 approximately, right? Then inlet section T01 എത്ര വരുന്നു? സിമിലർ മെത്തേഡ് ആണ് നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഫോമാറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇടുന്നത്. ഓക്കെ, ബാക്കിയൊക്കെ സിമിലർ ആണ്. ചില അടുത്ത ക്വസ്റ്റ്യനിൽ ചില വേരിയേഷൻസ് ഉണ്ട്. അങ്ങനെ ചില എന്തെങ്കിലും ഒരു പോയിന്റ് വേരിയേഷൻ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യന്റെ ഒരു ഫോമാറ്റ് മാറുമ്പോഴൊക്കെയാണ് ക്വസ്റ്റ്യൻ ഇടുന്നത്. ബാക്കിയൊക്കെ സിമിലർ മെത്തേഡിലാണ് ചെയ്യേണ്ടതൊക്കെ. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് ഫിനിഷ് ചെയ്ത് നോക്കിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഈ പ്രോബ്ലം ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക്. ഇനീഷ്യൽ സ്പീഡായിട്ട് വേണമെന്ന് മെത്തേഡ് പറഞ്ഞു. നേരത്തെ ചെയ്ത അതേ മെത്തേഡിലാണ്. M1 തന്ന് കിട്ടി. T1 ഐസെൻട്രോപിക് ടേബിൾ എടുക്കുക. T1 ബൈ T01 വാല്യൂ നോക്കുക. T01 കിട്ടും. ദെൻ Q വാല്യൂ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ TCP ഇൻറ്റു T02 മൈനസ് T01 എഴുതി എന്ത് കിട്ടും? T01 നമുക്കറിയാം, CP നമുക്കറിയാം, Q നമുക്കറിയാം. അപ്പൊ എന്ത് കിട്ടും? T02 കിട്ടും, റൈറ്റ്? ദെൻ T02 ബൈ T01 ആ റേഷ്യോ നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് നോക്കിയാൽ മാക് നമ്പർ സെക്കൻഡ് സെക്ഷനിലെ മാക് നമ്പർ കിട്ടും. M2 വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ട് M2 വാല്യൂ നോക്കുക, 0.42 കിട്ടും. ദെൻ M2 കിട്ടിയ എന്താ നേരത്തെ ചെയ്ത പോലെ തന്നെ T2 ബൈ T1 എടുക്കുക. ആ റേഷ്യോനനുസരിച്ചിട്ട് T2ന്റെ വാല്യൂ ആണ്, P2 ബൈ P1 ആണ്, P2ന്റെ വാല്യൂ ആണ്. ഓക്കെ, പക്ഷെ ആ ക്വസ്റ്റ്യന്റെ ഒരു ഫോമാറ്റ് മാറിയ കമ്പഷൻ ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ഫോമാറ്റ് മാറിയതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ എടുത്തിട്ട് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം. ഓക്കെ, ഈ പ്രോബ്ലം ഒന്ന് ഫിനിഷ് ചെയ്യണേ എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ എഴുതി ആ പ്രോബ്ലം ഒന്ന് ഫിനിഷ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ.
ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതും. A combustion chamber in a gas turbine plant receives air at 300 Kelvin, 55 kilopascal, and 60 meter per second. P1, P1, P1. Then fuel air ratio is 29, and the calorific value of the fuel is 42 megajoule per kilogram, assuming gamma equal to 1.4 and R is equal to 0.287 kilojoule per kilogram Kelvin for the gas. Determine Mach number at inlet and exit, pressure, temperature, velocity of the gas at the exit section of the combustion chamber, percentage of loss in stagnation pressure, then maximum attainable stagnation temperature. എഴുതിയാ ക്വസ്റ്റ്യൻ എഴുതിയാ ഇല്ല സാർ. ക്ലാസ് എക്സ് അല്ലേ അടുത്ത ക്ലാസ്സിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതും അതും ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തായാലും. ഓക്കെ. എഴുതി കഴിഞ്ഞാ ക്വസ്റ്റ്യൻ ജസ്റ്റ് കണ്ടുപിടിക്കേണ്ട എഴുതി എഴുതിയാ ആയാ ഓക്കെ. അത് എന്തായാലും ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം. അടുത്ത ക്ലാസ്സിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ ലാബിന്റെ ഒരു എക്സ്പെരിമെന്റ് കൊടുക്കുന്നുണ്ട് അസൈൻമെന്റ്, അതുപോലെ 4th